ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശിനാഥൻ്റെ സഞ്ചാരങ്ങൾ എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പഴനിയിലാണ്. ഇതിൻ്റെ ഒന്നാമത്തെ വീഡിയോയിലെ കാഴ്ചകൾ ആലപ്പുഴയിൽ നിന്നും കൊടുങ്ങല്ലൂർ വഴി ഗുരുവായൂർ, അവിടെ നിന്നും പഴനി വരെയുള്ള കാഴ്ചകളായിരുന്നു. ഈ കാണുന്നത് പഴനിമല കയറുന്നതിന് തൊട്ടു മുമ്പായിട്ടുള്ള ഗണപതി ക്ഷേത്രമാണ്. പക്ഷേ ഇപ്പോൾ ഈ വഴിയിലൂടെ അല്ല നമ്മളെ കടത്തിവിടുന്നത്. അവിടെ എല്ലാം ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മൊബൈൽ ഫോൺ മുകളിലോട്ട് അലൗഡ് അല്ല. മുകളിലേക്ക് ആരും മൊബൈൽ ഫോണുമായിട്ടും കടത്തിവിടത്തില്ല. ഈ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്, പക്ഷേ കയറുന്നത് വേറെ ഒരു വഴിയിലൂടെയാണ്. അതിൻ്റെ സൈഡിലായി കുറേ കൗണ്ടറുകൾ വന്നിട്ടുണ്ട്. കൗണ്ടറുകൾ എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ അവിടെ ഏൽപ്പിച്ച് 5 രൂപ കൊടുത്ത് മൊബൈൽ ഫോൺ അവിടെ ഏൽപ്പിക്കണം. അത് കഴിഞ്ഞ് നമ്മളെ കയറ്റി വിടുന്ന വഴി, പുതിയ വഴിയാണിത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി കണ്ട, ബോർഡ് കണ്ട, ഇതിലെ കൂടെയാണ് കയറ്റി വിടുന്നത്. അതിനുവേണ്ടി താൽക്കാലിക പന്തൽ വരെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഈ മൊബൈൽ സൂക്ഷിക്കുന്ന കൗണ്ടർ കേട്ടോ. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഭദ്രമായി തിരിച്ച് വരുന്നവരെ അവർ സൂക്ഷിച്ചു വെക്കും. നമ്മുടെ മൊബൈൽ നമ്പരും അഡ്രസ്സും മാത്രം കൊടുത്താൽ മതി. ഒരു ഫാമിലിയുടെ 6 മൊബൈൽ ഒന്നിച്ചു കൊടുക്കുന്നതാണ് കാഴ്ചയാണ് കാണുന്നത്. പഴനി മലമുകളിലെ കാഴ്ചകൾ ചിത്രീകരിക്കുവാൻ അനുമതിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്നത് താഴെ പഴനിമലയുടെ ചുറ്റും എന്താണ് ഉള്ളതെന്ന് നമുക്കിന്ന് കാണാം. ഈ അടിവാരത്തിലെ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു ഉപകാരപ്രദമാകും. ഈ കാണുന്നതൊരു ഇലക്ട്രിക് കാറാണ്. ഇതിൽ സൗജന്യമായിട്ടാണ് യാത്ര ചെയ്യാവുന്നത്. ഈ മലയുടെ ചുറ്റും ഈ വാഹനം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും അതിൽ സഞ്ചരിക്കാം. നമ്മളിപ്പോൾ പോകുന്നത് പ്രധാന ഗണപതി ക്ഷേത്രത്തിൽ നിന്നും വലത്തോട്ടാണ്. വലത്തോട്ട് പോകുമ്പോൾ ഒരു പാർക്കിംഗ് ഏരിയ കാണാം. പാർക്കിങ്ങിന് കാർ പാർക്കിംഗ് അത് മുമ്പുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവിടെ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. നേരത്തെ ഈ അടിവാരത്തിലൂടെ പല വാഹനങ്ങൾക്കും സഞ്ചരിക്കാമായിരുന്നു. ഇപ്പോൾ അതിനുള്ള അനുമതി കൊടുക്കുന്നില്ല. ദേവസ്വത്തിൻ്റെ വാഹനങ്ങൾ മാത്രമേ ഇതിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ. മറ്റ് വാഹനങ്ങളെല്ലാം ഔട്ടറിലാണ്. വെളിയിൽ നിന്നും അടിവാരത്തെ റോഡിലേക്ക് വാഹനങ്ങൾ കയറാതിരിക്കുവാൻ കുറ്റികൾ നാട്ടിയിട്ടുണ്ട്. മുമ്പ് ഇതിലെയൊക്കെ വാഹനങ്ങൾ അടിവാരത്തെ റോഡിലൂടെ കയറി വരുമായിരുന്നു. അതിനുവേണ്ടി ഇപ്പോൾ പല സ്ഥലങ്ങളിലായി പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ നിന്നും മുന്നോട്ട് നടന്നപ്പോഴേ മറ്റൊരു ക്ഷേത്രം കാണാൻ കഴിഞ്ഞു. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലും കാണാം മൊബൈൽ സൂക്ഷിപ്പ് കേന്ദ്രം. നടന്ന് മലമുകളിൽ കയറുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്രെയിനിൻ്റെ സ്റ്റേഷനാണിത്. ഇവിടുന്നും നമുക്ക് മലമുകളിൽ ട്രെയിൻ വഴി കയറി ചെല്ലുവാൻ കഴിയും. അവരുടെ മൊബൈലുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ കണ്ടത്. ട്രെയിനിൻ്റെ സഹായത്തോടു കൂടി മലമുകളിലെത്തുവാൻ ക്യൂ നിൽക്കുന്ന ഭക്തരെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഞാൻ ചെന്ന ദിവസം നല്ല തിരക്കായിരുന്നു പഴനിമലയിൽ. അവിടെ നിന്നും വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ മറ്റൊരു പാർക്കിംഗ് ഗ്രൗണ്ട് കണ്ടു. അതിമനോഹരമായ ഒരു കുളവും അവിടെ കാണാൻ കഴിഞ്ഞു. ഒരു ഉപയോഗശൂന്യമായ കുളമായിരുന്നു അത്. അതിന് അപ്പുറത്തായി ഒരുപാട് കെട്ടിടങ്ങളും വീടുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മലമുകളിലേക്ക് സഞ്ചരിക്കുന്ന ട്രെയിനാണ് കാണുന്നത്. അതിൻ്റെ ട്രാക്കും കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നും ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ചെറിയ ചെറിയ കോളനി പോലുള്ള വീടുകൾ കാണാം. വെറും സാധുക്കളായ മനുഷ്യരാണ് ഈ പഴനിമലയുടെ അടിവാരത്ത് താമസിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് അകത്തു നിന്നും വെളിയിലോട്ട് വന്ന ഒരു സ്ത്രീ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി പോകുന്നതും കാണാം. ഇവിടെ ഭൂരിപക്ഷം വീടുകളും ഒറ്റമുറി വീടുകളാണ് ഇവിടെ കാണുന്നത്. മിക്ക ആൾക്കാരും വെളിയിലാണ് അവർ അന്തി ഉറങ്ങുന്നത്. പഴനിമലയുടെ ചുറ്റിനും ഇതുപോലുള്ള വലിയ മതിലുകൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ വലിയ മരങ്ങളും സൈഡിൽ ചെറിയ ചെറിയ കടകളും കാണാൻ കഴിയും. അതിൻ്റെ അടുത്തായി വീണ്ടും ഞാനൊരു ക്ഷേത്രം കണ്ടു. ഇതുപോലുള്ള മനോഹരമായ ഒത്തിരി ക്ഷേത്രങ്ങൾ ഈ പഴനിമലയുടെ അടിവാരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കോളനിയും നമുക്ക് കാണാം. ചെറിയ ചെറിയ കോളനികളാണ് അവിടെ ഉള്ളത്. ഇത് പുറമ്പോക്കാണോന്നും അറിയില്ല.
എന്തായാലും ആ വീടിൻ്റെ മുന്നിൽ 2 അമ്മൂമ്മമാരെ കാണാൻ കഴിഞ്ഞു. ഒരാൾ കിടന്നുറങ്ങുകയാണ്. വളരെ പ്രായമുള്ളൊരു മുത്തച്ഛിയാണ് കിടക്കുന്നത്. കുറഞ്ഞത് 100 വയസ്സെങ്കിലും തോന്നിക്കും. അവിടെ നിന്നപ്പോൾ മറ്റൊരു കാഴ്ച ഞാൻ കണ്ടു. പഴനിമലയിലേക്കുള്ള പഞ്ചാമൃതമായി ഒരു ട്രാക്ടർ കടന്നു പോകുന്നത്. ഇത് റോപ്പ് വേ സംവിധാനത്തിലൂടെയാണ് മലമുകളിൽ എത്തിക്കുന്നത്. അവിടെ നിന്നും ഞാൻ അല്പം മുന്നോട്ട് നടന്നപ്പോൾ ചെറിയ ഒരു അമ്പലം കാണാമായിരുന്നു. ആ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലൂടെ ഒരു ചെറിയ പാലവും ഉണ്ട്. പാലത്തിനടിയിൽ ഒരു ചെറിയ തോടും കടന്നു പോകുന്നുണ്ട്. തികച്ചും മലിനമായിരുന്നു ആ തോട്. ഞാൻ ആ പാലത്തിൻ്റെ നടുവിൽ നിന്ന് നോക്കിയപ്പോൾ തോട്ടിൽ അല്പം വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് കാണാൻ തന്നെ ഉണ്ടായിരുന്നു. അത്ര മനോഹരമായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അവിടെ നിന്നും ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ ഒരു ക്ഷേത്രവും കണ്ടു. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലായി ഒരു വലിയ ചിതൽപുറ്റ് കാണാമായിരുന്നു. ആ ചിതൽപുറ്റിൽ ഒരുപാട് പട്ട് തുണികൾ ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായി ചെറിയൊരു 5 തല സർപ്പവിഗ്രഹവും കാണാം. ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിൻ്റെ 2 വശങ്ങളിലും കൃഷിസ്ഥലങ്ങളാണ്. നെൽകൃഷി ചെയ്യുവാൻ തയ്യാറായി കിടക്കുന്ന പാടങ്ങളാണ് കാണുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പഴനിമലയും കാണാൻ കഴിയും. പഴനിമലയുടെ അടിവാരത്തിൽ മറ്റൊരു കാഴ്ചയാണിത്. ഇവിടെയുമുണ്ട് ഒരു പാർക്കിംഗ് ഏരിയ. അടിവാരത്തിലൂടെ വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ ഒരു അയ്യപ്പ ക്ഷേത്രം കാണാൻ കഴിഞ്ഞു. ഇവിടെയാണ് റോപ്പ് കാർ സംവിധാനം. ട്രെയിൻ സർവീസ് പോലെ തന്നെ ഇവിടെ റോപ്പ് കാറിലും മലമുകളിൽ എത്താവുന്നതാണ് ഭക്തർക്ക്. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ പഴനിമലയിൽ വന്ന് മുരുകനെ ദർശിച്ചതിന് ശേഷം ആ മലയുടെ അടിവാരത്തിലൂടെ ഒന്ന് നടന്ന് സഞ്ചരിക്കണം. എത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നിന്നും ഞാൻ ഇടുമ്പൻ മലയുടെ അടിവാരത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ വന്നു. അവിടെയും കാണാമായിരുന്നു ഇരുമ്പ് കുറ്റികൾ. പഴനിമലയുടെ അടിവാരത്തിലേക്ക് ഒരു വാഹനവും കടന്നു വരാതിരിക്കാനാണ് ഈ ഇരുമ്പ് കുറ്റികൾ. ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിച്ചേരുന്നത് മലയാളികളാണ്. ഈ മലയാളികളെ മാത്രം ഉദ്ദേശിച്ചാണ് ഏറ്റവും കൂടുതൽ കടകളും ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് പാർക്കിംഗ് ഗ്രൗണ്ടിലെ കാഴ്ചകൾ കാണാം. പഴനിമലയിലെ ഏറ്റവും വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാണിത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കുന്നതല്ല. പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടുമ്പൻ മല നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. വാഹനങ്ങളിൽ എത്തുന്ന എല്ലാ ഭക്തർക്കും കുളിക്കുവാനും ടോയ്ലറ്റിൽ പോകുവാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. തികച്ചും സൗജന്യമാണ് ഇവിടെ.
വലുതും ചെറുതുമായി ഒത്തിരി വാഹനങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും. വാഹനത്തിൽ വരുന്നവർ ഭക്ഷണം പാകം ചെയ്യുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാം. തമിഴ്നാട്ടിലെ ബസ്സുകളൊക്കെ നോക്കിയേ, എത്ര കളർഫുള്ളാണ്. അവിടെ അലങ്കാര നികുതി എന്നൊരു സമ്പ്രദായമുണ്ട്. അത് സർക്കാരിലേക്ക് 1 വർഷം അടയ്ക്കിയാൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും അടിക്കാം. അതേസമയം നമ്മുടെ കേരളത്തിലെ ഒരു ബസ് കിടക്കുന്ന കണ്ടോ, അവന് കളറും വേണ്ട ഒന്നും വേണ്ട, എന്നിട്ടും ആള് പൊളിയല്ലേ. കാശിനാഥന്റെ സഞ്ചാരങ്ങളുടെ രണ്ടാം ഭാഗമായ പഴനിമലയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇവിടെ നിന്നും തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെയും വേളാങ്കണ്ണി പള്ളിയുടെയും കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തും.